മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഗ്രഹങ്ങളുടെ രാജാവ് സൂര്യനാണെങ്കിൽ സൈന്യതലവൻ ചൊവ്വ ആണെന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. ചൊവ്വ മേടം, വൃശ്ചികം എന്നീ രാശികളുടെ അധിപനാണ്. മകരം രാശി ഉച്ചസ്ഥാനവും കർക്കടകം രാശി നീചസ്ഥാനവും മേടം രാശി മൂലത്രികോണസ്ഥാനവുമാണ്. ചൊവ്വ വളരെയധികം എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രഹമാണ്, വളരെ പവർഫുള്ളുമാണ്. അതുകൊണ്ട് തന്നെ ഈ രാശിയിൽ ജനിച്ചവർ വളരെ സ്ട്രോങ്ങും ഡിസിപ്ലിൻ ഉള്ളവരും അതോടൊപ്പം ക്രോധം അധികമുള്ളവരുമായിരിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ചൊവ്വ മീനം രാശിയിൽ രാഹുവിനോടൊപ്പം അംഗാരക യോഗം നിർമ്മിക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രതികൂലമായിട്ടുള്ള ഫലങ്ങളായിരുന്നു അധികം രാശിക്കാർക്കും അനുഭവപ്പെട്ടത്. പക്ഷേ ജൂൺ 1-ാം തീയതി ചൊവ്വ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ്. അതിനാൽ ഈ സമയത്ത് അംഗാരക യോഗം അവസാനിച്ചിരിക്കുകയുമാണ്. കൂടാതെ മേടം രാശി ചൊവ്വയുടെ സ്വരാശിയോടൊപ്പം മൂലത്രികോണസ്ഥാനവുമാണ്. ഇവിടെ ചൊവ്വ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ രൂചക യോഗവും നിർമ്മിക്കുന്നുണ്ട്. ചൊവ്വ ഇവിടെ ജൂലൈ 12-ാം തീയതി വരെ, അതായത് ഏകദേശം 42 ദിവസങ്ങളോളം നിൽക്കുന്നതായിരിക്കും. ചൊവ്വയുടെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് ആണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ മഹാദശ, അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതയുണ്ട്. കന്നി രാശിക്കാരുടെ 3ഉം 8ഉം ഭാവങ്ങളുടെ അധിപനാണ് ചൊവ്വ. നിൽക്കുന്നത് 8ാം ഭാവത്തിലാണ്. 8ാം ഭാവാധിപൻ 8ാം ഭാവത്തിൽ നിൽക്കുന്നത് ഇവിടെ വിപരീത രാജയോഗം നിർമ്മിക്കുന്നുണ്ട്. ചൊവ്വ സ്വരാശിയിൽ നിൽക്കുന്നത് 8ാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങളായിരിക്കും പ്രദാനം ചെയ്യുന്നത്. 8ാം ഭാവം തടസ്സങ്ങൾ, വിഘ്നങ്ങൾ, ഡിപ്രഷൻ, ടെൻഷൻ എന്നിവയുടെ സ്ഥാനമാണ്. ചൊവ്വ എനർജി നൽകുന്ന ഗ്രഹമാണ്. അത് കാരണം ഈ സമയത്ത് കൂടുതൽ എനർജിയോടെ ഈ വക പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇതിൽ ശുഭഫലം ലഭിക്കാൻ ചൊവ്വ സഹായിക്കുന്നതുമായിരിക്കും. എന്ത് കാര്യവും ലഭിക്കുന്നതിന് നമ്മൾക്ക് തന്നെ പ്രയത്നം ചെയ്യണം. എങ്കിൽ മാത്രമേ ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ. 8ാം ഭാവം ശുഭമാണെങ്കിൽ ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതായിരിക്കും. മന്ത്രതന്ത്ര പൂജാതി കർമ്മങ്ങളിൽ ഉറച്ച വിശ്വാസമുണ്ടാകുന്നതും ധാർമ്മിക കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും. ചൊവ്വ 8ൽ സ്വരാശിയിൽ വിപരീത രാജയോഗം നിർമ്മിക്കുന്ന ഈ സമയത്ത് ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ കുടുംബത്തിൽ നിന്നും അപ്രതീക്ഷിത സഹായ സഹകരണങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. റിസർച്ച് ചെയ്യുന്നവർക്കും സയൻറ്റിസ്റ്റ്, PhD ചെയ്യുന്നവർക്കും മറ്റും ഇത് അനുകൂല പരിസ്ഥിതികൾ നിർമ്മിക്കുന്നതായിരിക്കും. ചൊവ്വ നിങ്ങളുടെ 3ാം ഭാവത്തിൻ്റെയും അധിപനാണ്. 8ൽ നിൽക്കുന്ന ചൊവ്വയുടെ 8ാം ദൃഷ്ടി പതിക്കുന്നതും 3ാം ഭാവത്തിലാണ്. അതായത് സ്വരാശിയിൽ നിൽക്കുന്ന ചൊവ്വയുടെ ദൃഷ്ടിയും സ്വരാശിയിൽ തന്നെയാണ് പതിക്കുന്നത്. ഈ സമയത്ത് ജീവിതത്തിൽ ചില പരിവർത്തനങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട്. 3ാം ഭാവം പരാക്രമം, ധൈര്യം എന്നിവയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ സമയത്ത് എന്തെങ്കിലും വിപരീത പരിസ്ഥിതികൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നേരിടാനും അതിനെ വിജയപൂർവ്വം തരണം ചെയ്യുവാനുമുള്ള ആത്മധൈര്യം വർദ്ധിക്കുന്നതായിരിക്കും. ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ അകൽച്ചയോ മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും. ഈ സമയത്ത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനവുണ്ടാകുന്നതാണ്. മാർക്കറ്റിംഗ്, പൊളിറ്റിക്കൽ ഫീൽഡിലുള്ളവർ, വക്കീൽ, പ്രൊഫസർ, ടീച്ചർമാർ, കൺസൾട്ടൻ്റ് എന്നിവർക്കെല്ലാം ഇത് വളരെ അനുകൂല സമയമായിരിക്കും. ഈ സമയത്ത് ഹ്രസ്വദൂര യാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും.
ഇനി ചൊവ്വയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാ ഗ്രഹങ്ങൾക്കും പൊതുവായിട്ടുള്ളതാണ് 7-ാം ദൃഷ്ടി. ഇതുകൂടാതെ ചൊവ്വായ്ക്ക് 4-ാം ദൃഷ്ടിയും 8-ാം ദൃഷ്ടിയും ചൊവ്വായ്ക്ക് മാത്രമായിട്ടുള്ളതാണ്. ചൊവ്വയുടെ 4-ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ലാഭസ്ഥാനമായ 11-ാം ഭാവത്തിലാണ്. ഇത് ലാഭസ്ഥിതികൾ നല്ലതാക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. ഇതിനുവേണ്ടി കൂടുതൽ പരിശ്രമിക്കാൻ ചൊവ്വ പ്രേരിപ്പിക്കുന്നതും അങ്ങനെ ഇൻകം വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും. അതുപോലെ മൾട്ടിപ്പിൾ സോഴ്സുകളിൽ കൂടി എങ്ങനെ ഇൻകം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതും അതനുസരിച്ച് പ്രയത്നിച്ച് അതിൽ സഫലത നേടുന്നതുമായിരിക്കും. 11-ാം ഭാവം ഇച്ഛാപൂർത്തിയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ സമയത്ത് വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചതും നടക്കാതെ പോയതുമായ എന്തെങ്കിലും ആഗ്രഹം സാധിച്ചു കിട്ടുന്നതായിരിക്കും. 11-ാം ഭാവം സമ്പത്ത്, ഐശ്വര്യം എന്നിവയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ചൊവ്വ നിങ്ങളുടെ സമ്പത്തിലും ഐശ്വര്യത്തിലും കുറവുകൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. ഈ സമയത്ത് മൂത്ത സഹോദരങ്ങളുടെ സഹായവും സഹകരണവും പ്രതീക്ഷിക്കാവുന്നതാണ്. ചൊവ്വയുടെ 7-ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ധനസ്ഥാനമായ 2-ാം ഭാവത്തിലാണ്. ലാഭസ്ഥാനത്തും ധനസ്ഥാനത്തും ഒരേ സമയം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതികൾ സുദൃഢമാകുവാൻ സഹായിക്കുന്നതായിരിക്കും. പൈസ സേവ് ചെയ്യാനും നിക്ഷേപങ്ങളും മറ്റും ചെയ്യുവാനും സഹായകമായിരിക്കും. കുടുംബത്ത് ശാന്തിയും സമാധാനവും അനുഭവപ്പെടുന്നതായിരിക്കും. ഈ സമയത്ത് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് മറ്റുള്ളവരെ ആകർഷിപ്പിക്കുവാൻ ഇടയാക്കുന്നതും അത് പല ഫീൽഡിലും പ്രയോജനങ്ങൾ വരാൻ ഇടയാക്കുന്നതുമായിരിക്കും. ചൊവ്വയുടെ 8-ാം ദൃഷ്ടി 3-ാം ഭാവത്തിലാണ് പതിക്കുന്നത്. 3-ാം ഭാവത്തിലെ പ്രഭാവങ്ങളെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതിനാൽ ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇതാണ് ചൊവ്വയുടെ രാശിമാറ്റം കന്നി രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.